മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സാർ. ഭാരത് മാതാ കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ്. പിണറായി വിജയൻ ഒഴിച്ചു ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാ കി ജയ് വിളിക്കും. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? CPM-ന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ? വാസവം വായിച്ചല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ? അപ്പൊ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ? MV ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് BJP-യെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത്? എല്ലാവർക്കും അറിയാം കേരളത്തിൽ BJP ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരും. ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നടപ്പില്ല മക്കളെ. ഞങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റിനെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പാർട്ടിക്കാരനെയാണെന്ന് പറയുന്ന ഒരു വിവാദമുണ്ട്. എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയാനല്ല ഞാനിപ്പോ വന്നത്. മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത്? മന്ത്രിക്ക് എന്താണ് അവിടെ റോളുള്ളത്? പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാ വേദിയിലിരിക്കുക? ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം. അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെയാണ്. അതാണ് മര്യാദ. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ പൊതുപരിപാടികളിലും ഉള്ളതാണ്. പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിലിരുത്താൻ പറ്റുമോ? ഈ സർക്കാർ പരിപാടിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം അവിടെ നിൽക്ക്. മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു. അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും BJP-യോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. അയാളെ മന്ത്രി കസേരയിൽ ഇരുത്ത അയാൾ പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങൾ താഴെ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു ആള് പറയുമോ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം? വേദിയിൽ നടപ്പുള്ള കാര്യമാണോ? അല്ല, ഈ സർക്കാർ പരിപാടിയിലെ BJP-യുടെ ഒരു നേതാവ് പങ്കെടുക്കുന്നു. അങ്ങനെ അതല്ല, ഒരു ദുരുപയോഗവും ഇല്ല. ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരെയും എന്തിനാണ് വിളിക്കുന്നത്?